കളരി ഉണ്ടായിരുന്നു. അവിടെ ഞാൻ ഏതാണ്ട് 70 വർഷത്തിന് മുമ്പ് വേലയാണ്ട് പഠിച്ചതാണ്. അതിൻ്റെ കൂട്ടത്തിൽ വേറെ കൊച്ചാൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരെയൊക്കെ ഓർമ്മയുണ്ടോ? ഏകദേശം പുള്ളിക്കാരൻ്റെ മോനൊരു ശിവനുണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ വാസവന് നമ്മുടെ പാടിക്കലേ അതായത് പമ്പിൻ്റെ മേളത്തെ വാസവനുണ്ടായിരുന്നു. വാസവൻ എൻ്റെക്കാളും പിന്നെ അപ്പം കൊച്ചാനുണ്ടായിരുന്നു. അപ്പം കൊച്ചാട്ടന് അപ്പനെന്ന് പറഞ്ഞാൽ പാടിക്കല അപ്പൻ എന്നെക്കാളൊക്കെ സീനിയറാ. അപ്പൻ സീനിയറാ, ഈ വാസവൻ സീനിയറാ. ഞാൻ ഇവരെക്കാളൊക്കെ ഇച്ചിരി പ്രായക്കുറവാണ്. ഞാനിവരുടെ നെക്സ്റ്റ് വാച്ചാണ്. ഇവരൊക്കെ അന്ന് ഞങ്ങളുടെ ആശാന്മാരാണ്. ഓഹോ. അതുപോലെ ഈ പുള്ളിക്കാരനോ നമ്മുടെ രാഘവൻ കൊച്ചാടൻ കടയിലെ ഇവിടുത്തെ രാഘവന് എൻ്റെ കൂടെ പഠിച്ച ഓർക്കുന്നു. രാഘവൻ പഠിച്ചാൽ എനിക്കറിയത്തില്ല. രാഘവൻ്റെ കാര്യം എനിക്കറിയത്തില്ല. കാരണം ഞങ്ങൾ രാവിലെ ഒരു കുപ്പിക്കകത്ത് മുക്കൂട്ടുമായിട്ട് അങ്ങ് പോകും. അവിടെ ഞങ്ങളെ കമത്തി കിടത്തി ഒരു തിരുമുണ്ട വലിയാശാന്, കൊച്ചാശാനല്ല, പപ്പുവാശാന്, അതായത് പുള്ളിയുടെ അച്ഛന് നിറച്ച പുള്ളിക്കാരൻ എപ്പോഴും ഇങ്ങനെ കൈ കാണിച്ചോട്ട. എന്തെങ്കിലും ഇതാണോ അതോ പടയണിയുടെ ഇത് താളത്തിന് വെക്കുന്നോ? എന്തെങ്കിലും ആ പ്രായമായതിൻ്റെ ബുദ്ധിമുട്ടാണ്? പ്രായമായതിൻ്റെ അല്ല, പുള്ളിക്കാരന് അതായത് ആ കൂട്ടത്തിൽ പുള്ളിക്കാരനെക്കാളും താഴെയാണ് കുട്ടിയാശാൻ, കുട്ടിപ്പിള്ളച്ചേട്ടൻ. കുട്ടിപ്പിള്ളച്ചേട്ടനൊക്കെ തപ്പ് കൊട്ടാനൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ വരുമായിരുന്നു. പാട്ട് എല്ലാം ഉണ്ടാവും. കുട്ടിപ്പിള്ളച്ചേട്ടൻ ഇവരെല്ലാം ഒരേ സമയത്ത് ഉണ്ടായിരുന്ന ആൾക്കാർ അല്ലേ? പിന്നെ വേറെ പ്രായമുള്ള വേറെ ആശാന്മാർ വല്ലതും ഉണ്ടായിരുന്നോ ആ സമയത്ത്? തന്നെയും മോനുമായിരുന്നു മെയിൻ. പിന്നെ പുള്ളിക്കാരൻ്റെ മോനൊരു ശിവനുണ്ടായിരുന്നു. ശിവനൊക്കെ എൻ്റെ പ്രായമാണ്. ശിവൻ എൻ്റെ കൂടെ അവിടെ പഠിച്ചതാണ്. ശിവൻ ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. ശിവൻ്റെ അനിയനും എടുത്തുകൊണ്ടാണ്. അവൻ പിന്നെ അന്ന് പഠിക്കാൻ വരുന്നില്ല, ഒരു കൂട്ടച്ചെറുക്കൻ. സരസപ്പൻ കൊച്ചാട്ടന് പിന്നെ അതിന് മുമ്പത്തെ ബാച്ച. സരസപ്പൻ കൊച്ചാണ്ട് നേരത്തെ ഉള്ളതാണ്. എന്നെക്കാളൊക്കെ എനിക്ക് തോന്നുന്നൊരു 7-8 കൊല്ലം മുമ്പുണ്ട് സരസപ്പൻ കൊച്ചാണ്ട്. ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് പുള്ളിക്കാരനോട് വരും. പുള്ളിക്കാരൻ കാലക്കോലത്തിൻ്റെ ഒരു മെയിൻ ആളായിരുന്നു സരസപ്പൻ കൊച്ചാണ്ട്. ശരിയാ.